അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷുഐബ് നബിയുടെ ചരിത്രമാണ് ഇനി പറയുന്നത്. അദ്ദേഹം അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മദിയൻ പ്രദേശത്തേക്കാണ് നിയോഗിക്കപ്പെട്ടത്. ഹൂദ് നബി, സാലിഹ് നബി പോലെ അദ്ദേഹവും അറബി സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് ശേഷം കുറച്ചു കാലം കഴിഞ്ഞാണ് ഷുഐബ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് മൂസാ നബി ഈജിപ്തിലുണ്ടായിരുന്നത് എന്ന് കരുതപ്പെടുന്നു. മൂസാ നബി മദിയനിലേക്ക് പോയി 10 വർഷം ഷുഐബ് നബിയുടെ അടുത്ത് താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഷുഐബ് നബിയുടെ ജനതയെ അസ്ഹാബുൽ ഐക്ക എന്നും ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഐക്ക എന്ന വൃക്ഷത്തെ ആരാധിച്ചിരുന്നതിൻ്റെ പേരിലാണ് അവർ ഈ പേരിൽ അറിയപ്പെട്ടത്. ഷുഐബ് നബി നല്ല പ്രസംഗകനായിരുന്നു. പ്രവാചകന്മാരിലെ പ്രസംഗകൻ എന്ന് ചരിത്രത്തിൽ അദ്ദേഹം വിളിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജനതയിൽ അധികവും കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിൽ ചതിയും വഞ്ചനയും കാണിച്ചുകൊണ്ട് കുപ്രസിദ്ധരായവരാണ് ആ ജനത. അള്ളാഹു ആ ജനതയെ ധിക്കാരത്തിൻ്റെയും നന്ദികേടിൻ്റെയും പേരിൽ ശിക്ഷിക്കുകയും ചെയ്തു. അവരുടെ ചരിത്രമാണ് 84 മുതൽ 95 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. അതിൽ 84 മുതൽ 86 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വൈലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈരിൻ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്. വൈല മദിയന, മദിയനിലേക്കും മദിയൻ പ്രദേശത്തുകാരിലേക്കും നാം അയച്ചു. നോഹ്, ഹൂദ്, സാലിഹ് പ്രവാചകന്മാരെ അവരുടെ ജനതകളിലേക്ക് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി കൊണ്ട് പറയുകയാണ് മദിയൻ ജനതയിലേക്കും നാം അയച്ചു. അഹാഹും ഷുഐബൻ, അവരുടെ സഹോദരൻ ഷുഐബിനെ, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള അവർക്ക് സുപരിചിതനായ ഷുഐബിനെ അവർക്ക് പ്രവാചകനായി നിയോഗിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് തൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എൻ്റെ ജനമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ അദ്ദേഹവും തൻ്റെ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രബോധനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതോടൊപ്പം ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അഴിമതി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാന, നിങ്ങൾ അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തരുത്. വലാ തൻഖുസു, നിങ്ങൾ കുറവ് വരുത്തരുത്. അൽ മിക്യാല, അളവിൽ, വൽ മീസാന, തൂക്കത്തിലും. കച്ചവടവും മറ്റും അവരുടെ കൂട്ടത്തിലെ മേലാളന്മാരുടെ കയ്യിലായിരുന്നു. ആളുകളിൽ നിന്ന് സാധനങ്ങൾ സ്വീകരിക്കുമ്പോൾ ത്രാസിലും അളവുപാത്രങ്ങളിലും കൃത്രിമം കാണിച്ചുകൊണ്ട് അവർ ആളുകളെ പറ്റിച്ചു. അള്ളാഹുവിലുള്ള വിശ്വാസം ദുർബലമാവുമ്പോൾ ഒരു സമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വ്യാപകമാകുന്നു. അതുകൊണ്ട് അവരുടെ തിന്മകൾ നിലനിർത്താൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ അവർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു അവരുടെ ബഹുദൈവാരാധനയും. ഇന്നി അറാക്കും ബിഖൈർ, നിങ്ങളെ ഞാൻ നല്ല സമ്പത്ത് നൽകപ്പെട്ടവരായി കാണുന്നു. അള്ളാഹു നിങ്ങളെ നല്ല സമ്പൽ സമൃദ്ധി കൊണ്ട് ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അളവിലും തൂക്കത്തിലും നിങ്ങൾ അഴിമതി കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നാണ് ഷുഐബ് നബി അവരോട് പറയുന്നത്. സാമ്പത്തികമായി സുസ്ഥിതി ഇല്ലെങ്കിൽ അഴിമതി ചെയ്യാം എന്ന് ഇതിനർത്ഥമില്ല. പക്ഷേ പട്ടിണിയും പ്രയാസവും ഉള്ളപ്പോൾ ചില മനുഷ്യർ നിർബന്ധിതാവസ്ഥയിൽ മനസ്സാക്ഷിക്കുത്തോടുകൂടി ചെയ്യുന്നത് പോലെയല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഘടകവും നിലനിൽക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല സാമ്പത്തിക അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും തട്ടിപ്പും വെട്ടിപ്പും കുറ്റകരമാണെന്ന് അറിഞ്ഞിട്ടും അത് ഗൗനിക്കാതെ വീണ്ടും വീണ്ടും അവിഹിതമായി സമ്പത്ത് വാരിക്കൂട്ടുകയാണ് നിങ്ങൾ. അത് ഈ അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനോടുള്ള വലിയ ധിക്കാരവും നന്ദികേടുമാണ് എന്നാണ് ഷുഐബ് നബി അവരോട് പറയുന്നത്. വ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു, എല്ലാറ്റിനെയും മൂടിക്കളയുന്ന ഒരു ശിക്ഷയുടെ ദിവസം നിങ്ങളെ പിടികൂടുമെന്ന കാര്യത്തിൽ. നിങ്ങൾ ഈ തിന്മ തുടരുകയാണെങ്കിൽ ഭീകരമായ ശിക്ഷയുടെ ദിനം നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം വിടാതെ വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഷുഐബ് നബി.
വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് വലാ തബ്ഖസുന്നാസ അശ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. വയാ ഖൗമി, അതുപോലെ എൻ്റെ ജനമേ, ഔഫു, നിങ്ങൾ പൂർത്തീകരിച്ച് നൽകുക, അൽ മിക്യാല വൽ മീസാന, അളവും തൂക്കവും, ബിൽ ഖിസ്തി, നീതിപൂർവം. ആളുകളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പറ്റിച്ചിരുന്നത് പോലെ തന്നെ ആളുകൾക്ക് സാധനം കൊടുക്കുമ്പോഴും അവർ ത്രാസിലും അളവ് പാത്രങ്ങളിലുമൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചിരുന്നു. വാങ്ങുമ്പോൾ യഥാർത്ഥ അളവിനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ അവർ അളവ് തൂക്കങ്ങളുടെ ഉപകരണങ്ങൾ ക്രമീകരിച്ചു. വിൽക്കുമ്പോൾ ജനങ്ങൾക്ക് യഥാർത്ഥ അളവിനേക്കാൾ കുറവ് ലഭിക്കുന്ന രൂപത്തിൽ ത്രാസും അളവ് പാത്രങ്ങളും അവർ ക്രമീകരിച്ചു. അതുകൊണ്ട് ഇനിയും വ്യക്തമാക്കി പറയുകയാണ്, വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്. അവർക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് കുറവ് ലഭിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അളവ് തൂക്ക ഉപകരണങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് നഷ്ടം വരുത്തരുത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ഫസാദുണ്ടാക്കി അതിക്രമം കാണിക്കരുത്. നിങ്ങൾ നാശം വിതക്കുന്നവരായി ഭൂമിയിൽ വിഹരിക്കരുത്. ചതിയും വഞ്ചനയും സമൂഹത്തിൽ ശീലമാക്കുന്നത് മൂലം സമൂഹത്തിൽ അഴിമതി ഒരു തെറ്റായി കാണാത്ത വിധം സാധാരണമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഈ പ്രവർത്തനം. അതുകൊണ്ട് ഭൂമിയിൽ തിന്മയെ സർവ്വസാധാരണമാക്കിക്കൊണ്ട് സാമൂഹ്യ വ്യവസ്ഥയെ താറുമാറാക്കരുത് എന്നാണ് അവരോട് പറയുന്നത്. ഗുണ്ടാ സംഘങ്ങളും അഴിമതിക്കാരും കരിഞ്ചന്തക്കാരും കള്ളക്കടത്തുകാരും വിഹരിക്കുന്ന നമ്മുടെ കാലത്തും അധികം ആളുകളും ഇതൊന്നും അത്ര ഗൗരവമുള്ളതായി കാണാതെ അവഗണിക്കുന്നതിലൂടെ സാമൂഹ്യ തിന്മകൾ കൂടുതലായി വളരുന്നു. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബിഹഫീൽ. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, അള്ളാഹു ബാക്കിയാക്കി തരുന്നതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ന്യായവും വിഹിതവുമായ സമ്പത്താണ് ബഖിയത്തുള്ള, അള്ളാഹു ബാക്കിയാക്കി തരുന്നത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു ബാക്കിയാക്കി തരുന്നതിൽ ഉൾപ്പെടും. അതായത് നല്ല സമ്പത്ത്, നല്ല പ്രവർത്തനങ്ങൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ അത് നല്ല നിലയിൽ വിനിയോഗിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം ബാക്കിയാവുന്നു, ബാക്കിയായി നിലനിൽക്കുന്നു. അതുമാത്രമാണ് ബാക്കിയായി നിലനിൽക്കുക. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാണ് എന്നാണ് അവരോട് പറയുന്നത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഒമാ അന അലൈക്കും ബി ഹഫീൽ, ഞാൻ നിങ്ങളുടെ സംരക്ഷകനൊന്നുമല്ല, ഞാൻ ഉത്ബോധകൻ മാത്രമാണ്. നല്ലതും ചീത്തയും ഞാൻ പറഞ്ഞു തരുന്നു. അള്ളാഹു തന്ന വിഹിതം കൊണ്ട് തൃപ്തിപ്പെട്ട് ശരിയായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ജീവിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അവിഹിത മാർഗത്തിലൂടെ നേടുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ് എത്തിക്കുക. ഇത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് എൻ്റെ ജോലി, അതേ എനിക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളെ തിന്മയിൽ നിന്ന് ബലാത്കാരമായി പിടിച്ചുമാറ്റി സംരക്ഷിക്കാനൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് ഷുഐബ് നബി അവരോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.